ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 2:3-4 വചനഭാഗങ്ങളെയായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ലഭിക്കുന്നതും. പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുന്നു. അതിൻ്റെ ഒരു വലിയ സമാധാനവും ഐശ്വര്യവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷെങ്കിൽ പലപ്പോഴും ഇത് മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരെ നമ്മൾ വിധിക്കുവാൻ പോകുന്നുണ്ട്. അന്യനെ വിധിക്കുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം മനുഷ്യരായ നമ്മൾ ബലഹീനരാണ്. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ വിധിച്ച് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 2:3 തന്നെ പറയുന്നു, ആകപാക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവം പാപമേറ്റു പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാപം ക്ഷമിക്കും. നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ തരും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാത്തൊരു സ്വഭാവമാണ് മറ്റുള്ളവരെ നമ്മൾ വിധിക്കുക. നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് ദൈവത്തിന് മാത്രമാണ്. ഈ വചനം കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.